നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം മലപ്പട്ടത്തുണ്ടായത് യൂത്ത് കോൺഗ്രസ് ഗുണ്ടാ സംഘത്തിന്റെ തേർവാഴ്ചയാണെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. ആക്രമണം ആസൂത്രിതമായി നടന്നതാണെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിലായിരുന്നു അഴിഞ്ഞാട്ടമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഗുണ്ടാ സംഘങ്ങളെ ജാഥയുടെ പിന്നിൽ വിന്യസിച്ചിരുന്നെന്നും KK രാഗേഷ് കൂട്ടിച്ചേർത്തു. ജാഥ നടത്തുന്നതിന് ആർക്കും ഒരു തടസ്സം ഉണ്ടാക്കേണ്ട കാര്യമില്ല. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? ജാഥ നടത്തുമ്പോൾ ആസൂത്രിതമായി മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം ഗുണ്ടാ സംഘങ്ങളെ ജാഥയുടെ പിന്നിൽ ഒരുക്കി തയ്യാറാക്കി നിർത്തി. ചൂളിയാടുന്ന പ്രകടനം ആരംഭിച്ചു. പ്രകടനത്തിലെ മുദ്രാവാക്യം എന്താണെന്ന് നിങ്ങൾ കേട്ടാൽ മനസ്സിലാവും. നിങ്ങൾ ആ മുദ്രാവാക്യം ഒന്ന് കേൾക്കുന്നത് നല്ലതായിരിക്കും. കേട്ടല്ലോ, ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ കളഞ്ഞിട്ടില്ല. ധീരജിനെ കുത്തിക്കൊലപ്പെടുത്തിയ തങ്ങളാണെന്ന് ഇപ്പോൾ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് നാടിന് മുമ്പിൽ. ഇതുവരെ പറഞ്ഞ് ധീരജ് വഴിയെ പോകുന്ന സമയത്ത് അങ്ങ് മരണപ്പെട്ടു പോവുകയാണ് എന്നാണ് പ്രചരിപ്പിച്ചു കൊണ്ടിരുന്നത്. എരന്നു വാങ്ങിയ മരണമെന്ന് പറഞ്ഞ കോൺഗ്രസിൻ്റെ KPCCയുടെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കൃത്യമായി പറയുകയാണ്, യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ച് ആസൂത്രിതമായി ധീരജിനെ കുത്തി കൊലപ്പെടുത്തുകയാണ് ചെയ്തതെന്ന് സമ്മതിച്ചിരിക്കുക. എന്നിട്ട് പറയുന്നത് എവിടെ വെച്ചാ? മലപ്പട്ടം എന്ന് പറഞ്ഞാൽ ധീരജിൻ്റെ നാട്ടിൽ നിന്ന് അധിക ദൂരമുള്ള സ്ഥലമല്ല മലപ്പട്ടം. ആ മലപ്പട്ടത്ത് വെച്ച് ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ കളഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചാൽ അവിടെ ഉണ്ടാകുന്ന പ്രകോപനം എത്ര വലുതാണെന്ന് അറിയാത്തവരല്ല KPCCയുടെ മുൻ അധ്യക്ഷനും DCCയുടെ പ്രസിഡന്റും യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റും. പ്രകോപനമില്ലാതെയാണ് ലോക്കൽ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ചത്. ജാഥയുടെ പിൻനിരയിൽ ഗുണ്ടാ സംഘങ്ങളെ അണിനിരത്തിക്കൊണ്ടായിരുന്നു ആക്രമണം നടത്തിയത്. ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ താഴ്ത്തിയിട്ടില്ല എന്നായിരുന്നു മുദ്രാവാക്യം വിളിച്ചത്. ധീരജിനെ തങ്ങൾ കുത്തി കൊലപ്പെടുത്തിയതാണെന്ന് യൂത്ത് കോൺഗ്രസ് സമ്മതിച്ചുവെന്നും പ്രദേശത്ത് ആസൂത്രിതമായി കലാപം ഉണ്ടാക്കുകയാണ് ലക്ഷ്യമെന്നും KK രാഗേഷ് ആരോപിച്ചു.